നിങ്ങൾ കേൾക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ തലക്കുളത്തൂർ ഭട്ടതിരിയും പാഴൂർ പടിപ്പുരയും എന്ന കഥ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ 2021. പ്രസിദ്ധനായ തലക്കുളത്തൂർ ഭട്ടതിരിയുടെ ഇല്ലം ബ്രിട്ടീഷ് മലയാളത്തിലാണ്. ഇദ്ദേഹം നല്ല വ്യുൽപ്പന്നനും ജ്യോതിശാസ്ത്ര പാരംഗതനുമായിരുന്നു എന്ന് പ്രസിദ്ധമാണല്ലോ. ഭട്ടതിരിക്ക് പ്രശ്നം പറയുന്നതിന് ഒരു വിശേഷവാസന ബാല്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ബ്രഹ്മചാരിയായി വേദാധ്യായം ചെയ്ത് താമസിക്കുന്ന കാലത്ത് അനധ്യായ ദിവസങ്ങളിൽ തന്റെ സഹപാഠികളും ഒരുമിച്ച് കളിക്കുമ്പോൾ ഓരോരുത്തർ ഓരോ നേരം പോക്കുകൾ കാണിക്കുന്ന ശേഖരത്തിൽ ഇദ്ദേഹം പ്രശ്നം വെച്ച് ഫലം പറയുകയാണ് പതിവ്. ആ പതിവിൻ പ്രകാരം ഒരു ദിവസം ഓതിക്കോൻ പുറത്തെവിടെയോ ഇറങ്ങിപ്പോയിരുന്ന സമയം ബ്രാഹ്മണക്കുട്ടികളെല്ലാവരും കൂടി ഓരോ കളികൾ തുടങ്ങി. ഭട്ടതിരി കവടിക്ക് പകരം കുറെ ചെറിയ പാറക്കല്ലുകൾ പെറുക്കിയെടുത്ത് പ്രശ്നം വയ്ക്കാനും തുടങ്ങി. അപ്പോഴേക്കും ശേഷം എല്ലാവരും പ്രശ്നം കേൾക്കാനായി ചുറ്റും ചെന്നുകൂടി. അപ്പോൾ ഒരു ഉണ്ണി നമ്പൂരി, ആട്ടെ, നമ്മുടെ ഓതിക്കോൻ ഉണ്ണിയുണ്ടാകാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ഒന്ന് വാരി വെച്ച് നോക്കിയാൽ കൊള്ളാം എന്നു പറഞ്ഞു. ഉടനെ ഭട്ടതിരി പ്രശ്നം വയ്ക്കുന്ന ഭാവങ്ങളൊക്കെ കാണിച്ചിട്ട് ബാലശാപം കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റൊരാൾ, അതിന് പ്രതിവിധി കൂടി അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു. ഭട്ടതിരി ഒന്നുകൂടി വാരി വിചാരിച്ചിട്ട് പഞ്ചസാര പായസമുണ്ടാക്കി ഒരു സംവത്സരം മുടങ്ങാതെ ദിവസം തോറും ബ്രാഹ്മണക്കുട്ടികൾക്ക് ധാരാളമായി കൊടുക്കുകയും മേലാൽ കുട്ടികളെ അടിക്കാതിരിക്കുകയും ചെയ്താൽ ഉണ്ണി ഉണ്ടാകും എന്ന് പറഞ്ഞു. ഭട്ടതിരിയുടെ പ്രശ്നം ആരംഭിച്ചപ്പോഴേക്കും ഓതിക്കോ നമ്പൂതിരി തിരിച്ചു വന്നു. ഇവരുടെ കളി എന്തെല്ലാമാണെന്ന് അറിയുന്നതിനായി ഒളിച്ചിരുന്നതിനാൽ പ്രശ്നവും പ്രതിവിധിയും എല്ലാം കേട്ടു മനസ്സിലാക്കി. പിന്നെയും അവിടെ നിന്ന് ആരും കാണാതെ ഇറങ്ങിപ്പോയി ഒന്നും അറിയാത്ത ഭാവത്തിൽ വീണ്ടും എല്ലാവരും കാണത്തക്ക വിധത്തിൽ തിരിച്ചു വന്നു. ഓതിക്കോ നമ്പൂതിരി വരുന്നത് കണ്ട് എല്ലാവരും കളി നിർത്തി അവരവർക്ക് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിപ്പായി. ഓതിക്കോ നമ്പൂരി പതിവ് പോലെ അല്ലാതെ ഒന്നും ഭാവിക്കുകയും പറയുകയും ചെയ്തുമില്ല. എങ്കിലും അദ്ദേഹം കുട്ടികളെ കഠിനമായി അടിക്കാറുള്ളതിനാൽ ഭട്ടതിരിയുടെ പ്രശ്നം വാസ്തവമായിരിക്കുമോ എന്നൊരു സംശയം തോന്നുകയാൽ പിറ്റേ ദിവസം മുതൽ പഞ്ചസാര പായസം ഉണ്ടാക്കി തന്റെ ശിഷ്യന്മാരായ ബ്രാഹ്മണക്കുട്ടികൾക്ക് ധാരാളമായി കൊടുത്തു തുടങ്ങി. കുട്ടികളെ അടിക്കാതെയുമായി. അങ്ങനെ ഒരു സംവത്സരം കഴിഞ്ഞപ്പോഴേക്കും ഓതിക്കോ നമ്പൂതിരിക്ക് ഉണ്ണിയുണ്ടാവുകയും ചെയ്തു. അപ്പോഴേക്കും അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നുകയാൽ ഭട്ടതിരിയെ വിളിച്ച്, ഉണ്ണി, നീ ജ്യോതിശാസ്ത്രം പഠിക്കണം, നീ നല്ല പ്രശ്നക്കാരനായി തീരും എന്ന് തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു. ഗുരുനാഥന്റെ ഈ അനുഗ്രഹത്തെ സബലീകരിക്കണമെന്ന് വിചാരിച്ച് ഭട്ടതിരി വേദാധ്യയനം കഴിഞ്ഞ ഉടനെ തന്നെ ജ്യോതിശാസ്ത്രം പഠിക്കാൻ ആരംഭിച്ചു. അതോടുകൂടി കാവ്യനാടകാലങ്കാരങ്ങളും ശബ്ദശാസ്ത്രങ്ങളും അഭ്യസിച്ചു തുടങ്ങി. സമാവർത്തനം കഴിഞ്ഞ് ഏകദേശം യൗവനമായപ്പോഴേക്കും Sample complete. Ready to continue?